എന്താ ഭാസ്കേട്ടാ, വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. അയ്യേ, അയാൾ അത്രക്കാരനാണോ? 2009-10 പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ മോശമായി പെരുമാറി. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. കൃഷ്ണവിലാസം ബഹിർദമല്ല, വലിയ വെടി ചെറിയ വെടി. വെടി വഴിപാടാണല്ലേ കൃഷ്ണവിലാസം. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അത് ചാവുന്നതിന് മുമ്പ് എനിക്ക് ചിലതൊക്കെ ചെയ്തേ പറ്റൂ. ഒന്ന് സഹകരിക്കും പ്ലീസ്. ഇത് ഓരോ സംവിധായകനൊപ്പം പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ഓരോ തരം നമ്മുടെ പരസ്പര ഇടപെടലുകൾക്ക് വേറൊരു സ്വഭാവം ഉണ്ടാവും. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? രാത്രി മുഴുവൻ പേടിച്ച് ഹോട്ടലിൽ കഴിഞ്ഞു. പരാതി അറിയിച്ചതോടെ പാലേരി മാണിക്യത്തിലും മറ്റ് മലയാള സിനിമകളിലും പിന്നീട് അവസരം കിട്ടിയില്ല എന്നും ശ്രീലേഖ മിത്ര ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ചു കൊന്ന് ഇവന്റെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. സിനിമാ ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞത്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. മമ്മൂട്ടി in a Malayalam film. ഒളിഞ്ഞു നോക്കിയതോ? അയ്യേ, ഒളിഞ്ഞു നോക്കിയേ? ഞാനോ? കുട്ടിക്ക് ആള് തെറ്റിയതാവോ? പച്ച ഫുൾ സ്ലീവ് ടീഷർട്ട്, കറുത്ത ജീൻസ്. എന്നിട്ട് ഞാൻ നിലവിളിച്ചപ്പോ മതിൽ ചാടി ക്യാമ്പിലേക്ക് ഓടി. ഇനി കൂടുതൽ തെളിവ് വേണോ? സത്യമായിട്ട് ഞാൻ കുട്ടി ഡ്രസ്സ് മാറുന്നത് നോക്കിയതല്ല. പാട്ട് കേട്ടപ്പോ കുട്ടി ആരാന്നറിയാൻ, പാടുന്ന ആരാന്നറിയാൻ വേണ്ടി നോക്കിയതാ, അല്ലാതെ. മതി മതി, നോണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. അയ്യോ, കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കുക? സത്യമായിട്ടും പാട്ട് നന്നായിരുന്നു. പാടുന്ന ആരാന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നോക്കിപ്പോയതാ. ഞാൻ നുണ പറയില്ല. യുനോ, ഐ എം എ മേജർ. മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയ ആ നടിക്ക് ഒരു സംവിധായകന്റെ പെരുമാറ്റം സമ്മാനിച്ച അരക്ഷിതാവസ്ഥയുടെ നേർക്കാഴ്ചയാണ് അവർ നേരിട്ട് വിവരിച്ചത്. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ, കള്ള കടയാടി മോനെ.